പാലക്കാട് കാവിൽപ്പാട് ശ്രീ തിരുമണങ്ങാട്ടപ്പൻ ശിവക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക മനവാസ് ദേവനമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷൻ ബിജു ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. വേദങ്ങളുമെല്ലാം ആലാപനം ചെയ്യുന്ന തത്വജന്യങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന നിത്യനിദാനാദി പൂജകൾ നടക്കുന്ന ഈ ക്ഷേത്രം, ആ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷങ്ങളുടെ കാലപ്പഴക്കത്താൽ ജീർണതയെ പ്രാപിച്ചിരിക്കുന്നു. TC ബിജു സാറും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ചേർന്ന് ആ നിറപറ സമർപ്പിച്ച് കൗമൻ പൂക്കുല അതിൽ സ്ഥാപിക്കുമ്പോൾ സമൃദ്ധിയുടെ മമ്മിയൂർ ക്ഷേത്രത്തിലെ ഒരു ദർശനം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ മഹാരുദ്രയജ്ഞം നടക്കുകയാണ്. അപ്പോൾ കുറേ വർഷങ്ങൾ, ഒരു 7 വർഷത്തോളം അവിടെ എക്സിഡോസറായി പരിചയമുള്ള എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ അറിയാം. ഞാനവിടെ 2002 2003 ഞാനവിടെ എക്സിഡോസറായിരുന്ന ആളാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വികസനം അന്ന് തുടങ്ങി ഇപ്പോൾ അത് പരമകാഷ്ഠയിലെത്തി നിൽക്കുകയാണ്. അതിൻ്റെ വികസനം, അവിടുത്തെ ചൈതന്യം അത്രമാത്രം വർദ്ധിതമായ അവസ്ഥയിലാണ്. അപ്പോൾ ആ ശിവസന്നിധിയിൽ നിന്നാണ് ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ തിരുമണങ്ങാട്ട് അപ്പൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന തിരുമണങ്ങാട്ട് ശിവക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ആണ് മനസ്സിലേക്ക് വന്നത്. ഒരു ഭാഗത്ത് ചൈതന്യമൂർത്തിയായി ഭഗവാൻ നിലകൊള്ളുമ്പോൾ, മറുഭാഗത്ത് ആ ചൈതന്യ ലോപം വന്ന് സംഭവിച്ച ഭഗവാനല്ല ചൈതന്യം, ഭഗവാന്റെ ആലയത്തിനാണ് ചൈതന്യ ലോപം വന്ന ആലയത്തോടു കൂടിയിട്ട് മറ്റൊരു ഭഗവാൻ. അപ്പോൾ ഈ വൈരുദ്ധ്യം നമ്മളോട് പറയുന്നത് അത് പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിന് കഴിയണം. അതിനുള്ള പദ്ധതികളുമായിട്ട് നിങ്ങൾ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി സഹകരിച്ച് പോകാനായിട്ടുള്ള ഒരു സന്മനസ് നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജന സമൂഹം ഏറ്റെടുക്കണമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷൻ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എ ദണ്ഡപാണി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ്, രാമസ്വാമി, ആർ വേണുഗോപാലൻ, നവനീത കൃഷ്ണൻ, എം സുദേവൻ എന്നിവർ പ്രസംഗിച്ചു. മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടത്തി.